Hi friends, welcome to Partnership Accounts Part 4. Today we are discussing problems on dissolution. Question number 1. ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ക്വസ്റ്റ്യൻ നേരത്തെ തന്നെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. The following is the balance sheet of Black and White sharing profit and losses equally as on 31st December 2014. ബ്ലാക്ക് വൈറ്റ് ഇങ്ങനെയുള്ള രണ്ട് പാർട്ട്നേഴ്സാണ് ഉള്ളത്. അവർ പ്രോഫിറ്റ് ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നവരാണ്, ഈക്വൽ പാർട്ട്നേഴ്സാണ്. അവരുടെ 31st ഡിസംബർ 2014 ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലയബിലിറ്റി സൈഡ് ക്രെഡിറ്റേഴ്സ് 16,000, റിസർവ് 10,000, ക്യാപിറ്റൽസ് ബ്ലാക്ക് 10,000, വൈറ്റ് 9,000, അസറ്റ് ക്യാഷ് ഇൻ ഹാൻഡ് 11,500, ഡെറ്റേഴ്സ് 12,500, സ്റ്റോക്ക് 15,000, ഫർണിച്ചർ 6,000. The firm is dissolved as on 31st December 2014. 2014 ഡിസംബർ 31 ഫേം ഡിസോൾവ് ആവുകയാണ്. ഡെറ്റേഴ്സ് റിയലൈസ്ഡ് ₹11,000, സ്റ്റോക്ക് റിയലൈസ്ഡ് ₹14,000 ആൻഡ് ഫർണിച്ചർ സോൾഡ് ഫോർ ₹9,000. അസറ്റൊക്കെ റിയലൈസ് ചെയ്യുകയാണ്. ഡെറ്റേഴ്സ് 11,000 രൂപയ്ക്ക് റിയലൈസ് ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് 14,000 രൂപ കിട്ടി. ഫർണിച്ചർ വിറ്റ് 9,000 രൂപ ഫേമിന് കിട്ടി. The creditors are paid at a discount of ₹1,500. ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തിയപ്പോൾ 1,500 രൂപ ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ 1,500 രൂപ കുറഞ്ഞുള്ള എമൗണ്ടാണ് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നത്. ദ റിയലൈസേഷൻ എക്സ്പെൻസസ് എമൗണ്ടഡ് ടു ₹1,400. റിയലൈസേഷൻ എക്സ്പെൻസ് ആയിട്ട് ഫേമിന് 1,400 രൂപ ചിലവായിട്ടുണ്ട്. ഗീവ് ജേണൽ എൻട്രീസ് ആൻഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ടു ക്ലോസ് ദ ബുക്സ് ഓഫ് ദ ഫേം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജേണൽ എൻട്രീസ് എഴുതാൻ, അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനായിട്ടുള്ളതെന്ന് നോക്കാം. ഏതൊക്കെ എൻട്രീസാണ് ഇവിടെ വരുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അസറ്റ് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇവിടെ അസറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ 3 അസറ്റ് അക്കൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. ഈ 3 അസറ്റ് അക്കൗണ്ടുകൾ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യണം. പിന്നെ എന്താണുള്ളതെന്ന് നോക്കുക. ക്രെഡിറ്റേഴ്സ്, ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത ഐറ്റം റിസർവ് ഫണ്ട് പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. റിസർവ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. പിന്നെ വരുന്നത് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ഫർണിച്ചർ ഒക്കെ റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് റെക്കോർഡ് ചെയ്യണം. അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രിയാണ്. പിന്നെ ലയബിലിറ്റീസ്, അതായത് ഇവിടെ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എൻട്രി, റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നതിൻ്റെ എൻട്രി. ഇത്രയും എൻട്രീസാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ജേണൽ എൻട്രീസിലേക്ക് പോകാം. ഫസ്റ്റ് എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ്, ടു സ്റ്റോക്ക്, ടു ഫർണിച്ചർ. അസറ്റ് അക്കൗണ്ടുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന അതേ എമൗണ്ടുകൾ തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട എമൗണ്ട്. നെക്സ്റ്റ് എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ ലയബിലിറ്റി ആയിട്ട് ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് എന്നത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് ക്രെഡിറ്റേഴ്സിനെ ഡെബിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ എന്ന് എൻട്രി കൊടുക്കുക. ക്രെഡിറ്റേഴ്സിൻ്റെ ബുക്ക് വാല്യൂ ആയിട്ടുള്ള ബുക്ക് എമൗണ്ടാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് എൻട്രിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ടുകളെല്ലാം ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സ്റ്റോക്ക്, ഡെറ്റേഴ്സ്,
ഫർണിച്ചർ ഇതിനെയെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് എൻട്രി ഇട്ടിരിക്കുന്നത്. നെക്സ്റ്റ് റിസർവ് അക്കൗണ്ട് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. റിസർവ് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഡെബിറ്റ് ചെയ്യുക. റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്ലാക്ക് ക്യാപിറ്റൽ ടു വൈറ്റ് ക്യാപിറ്റൽ. ഇവിടെ 2 പാർട്ട്നേഴ്സാണുള്ളത്. റിസർവിൻ്റെ എമൗണ്ട് 10,000. അത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. കാരണം ഇവിടെയുള്ള പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ഈക്വലാണ്, 1:1 ആണ്. ഈക്വൽ പാർട്ട്നേഴ്സാണെന്ന് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രി. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാഷ് കിട്ടുന്നുണ്ട്. ക്യാഷ് കിട്ടുന്നതുകൊണ്ട് ക്യാഷ് ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് ഫേമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്നാണ് എൻട്രി കൊടുക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ ടോട്ടലാണ് നമ്മൾ എൻട്രിയിൽ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഡെറ്റേഴ്സിൽ നിന്ന് 11,000 രൂപ കിട്ടുന്നുണ്ട്. സ്റ്റോക്ക് റിലീസ് ചെയ്യുമ്പോൾ 14,000 രൂപ കിട്ടുന്നുണ്ട്. ഫർണിച്ചർ റിലീസ് ചെയ്യുമ്പോൾ 9,000 രൂപ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ടോട്ടലാണ് നമ്മൾ എൻട്രിയിൽ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്ന എമൗണ്ടാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ലയബിലിറ്റി സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 16,000 ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് 1,500 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നെന്ന് പറയുന്നുണ്ട്. 16,000 നിന്ന് 1,500 രൂപ ഡിസ്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള എമൗണ്ട് 14,500 ആണ്. ആ എമൗണ്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുള്ളത്. 14,500 രൂപ പേയ്മെൻറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും 14,500 രൂപ ക്യാഷ് കുറയണം. ക്യാഷ് കുറയണമെങ്കിൽ നമ്മൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി വരുന്ന റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 14,500 എമൗണ്ട്. നെക്സ്റ്റ് എൻട്രി റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തുന്നതാണ്. എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തുമ്പോഴും ക്യാഷ് ഫേമിൽ നിന്ന് പോകണം. അപ്പോൾ ക്യാഷിന് ക്രെഡിറ്റ് ആയിരിക്കും വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് റെക്കോർഡ് ചെയ്യാവുന്ന രീതിയിൽ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് വേണം എൻട്രി കൊടുക്കാനായിട്ട് 1,400 ആണ് എമൗണ്ട് വരുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് എൻട്രി കൊടുക്കുക. നെക്സ്റ്റ് ലെഡ്ജർ പോസ്റ്റിംഗ്. ഫസ്റ്റ് എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ്. അസറ്റുകൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ഡെറ്റേഴ്സ്. $12,500. To stock 15,000. To furniture 6,000. നെക്സ്റ്റ് ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ്. ഇവിടെ ലയബിലിറ്റി ആയിട്ടുള്ളത് എക്സ്റ്റേണൽ ലയബിലിറ്റി ആയിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ ബൈ ക്രെഡിറ്റേഴ്സ്. എമൗണ്ട് 16,000. നെക്സ്റ്റ് റിസർവ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ്. റിസർവ് അക്കൗണ്ട് അറ്റ് ടു ബ്ലാക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്. 10,000 ആണ് എമൗണ്ട്. അതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് 5,000 ആക്കി ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബൈ റിസർവ്. ബൈ റിസർവ് 5,000 ബ്ലാക്കിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും വൈറ്റിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലും കൊടുക്കുക. നെക്സ്റ്റ് അസറ്റ് റിയലൈസ് ചെയ്യുന്ന എൻട്രിയാണ്. അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ ക്യാഷ് കിട്ടുന്നു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. ബൈ ക്യാഷ് എമൗണ്ട് ടോട്ടൽ എമൗണ്ട് 34,000. ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന അസറ്റുകൾ ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ ഇതിന്റെ 3ന്റെ റിയലൈസേഷൻ എമൗണ്ടിന്റെ ടോട്ടലാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്.
റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തുമ്പോൾ 16,000 രൂപയായിരുന്നു അവരുടെ ബുക്ക് വാല്യൂ. അതിൽ നിന്ന് 1,500 രൂപ ഡിസ്കൗണ്ട് കുറഞ്ഞിട്ടുള്ള എമൗണ്ട് 14,500 പേയ്മെന്റ് നടത്തുന്നത്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യൂ ക്യാഷ് എന്ന് കൊടുക്കുക. ക്യൂ ക്യാഷ് എമൗണ്ട് 14,500. നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുന്ന എൻട്രിയാണ്. 1,400 റിയലൈസേഷൻ എക്സ്പെൻസ്. റിയലൈസേഷൻ അക്കൗണ്ട് സെറ്റ് ടു ക്യാഷ് എന്ന് എൻട്രി കൊടുക്കുക. റിയലൈസേഷൻ എക്സ്പെൻസ് റിയലൈസേഷൻ അക്കൗണ്ട് സെറ്റ് ടു ക്യാഷ് എന്ന് എൻട്രി കൊടുക്കുക. എമൗണ്ട് 1,400. ഇത്രയായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. റിയലൈസേഷൻ അക്കൗണ്ട് ഇനി ബാലൻസ് ചെയ്യണം. അതിന് രണ്ട് സൈഡിൽ ടോട്ടൽ ചെയ്യുക. ഇവിടെ കുറവ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയത് പ്രോഫിറ്റ് ആണ്. റിയലൈസേഷൻ പ്രോഫിറ്റ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ക്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ക്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്, ബ്ലാക്കും വൈറ്റും. അവരുടെ ക്യാപിറ്റലിലേക്ക് ഡിവൈഡ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഇവിടെ കിട്ടുന്ന ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 600 ആണ്. 600നെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 300 ആയിട്ട് കൊടുക്കുക. രണ്ടുപേർക്കും 300 വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ റിയലൈസേഷന്റെ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്നാണ് എൻട്രി വരുന്നത്. അപ്പോൾ ബൈ റിയലൈസേഷൻ 300 രണ്ട് പാർട്ട്നേഴ്സിന്റെയും എമൗണ്ട് കൊടുക്കുക. ഇനി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടുമാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ക്യാഷ് ഇൻ ഹാൻഡിന്റെ ബാലൻസ് വന്നിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ് 11,500 ആണ്. ക്യാഷിന് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് വരുന്ന ഡെബിറ്റിലായിരിക്കും. ക്യൂ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കൊടുക്കുക. ക്യൂ ബാലൻസ് ബ്രോ ഡൗൺ. ക്യാഷിന്റെ ബാലൻസ് എത്രയാണ്? 11,500 ആണ്. 11,500. ക്യാപിറ്റലിന്റെ ബാലൻസ് വന്നിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് വരുന്ന ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ബ്ലാക്കിന്റെ ക്യാപിറ്റല് 10,000 ആണ്. വൈറ്റിന്റെ ക്യാപിറ്റല് 9,000 ആണ്. എപ്പോഴും ക്യാഷിന്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെയും ബാലൻസുകൾ ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസുകൾ കൊടുത്തിട്ട് മാത്രമേ ഈ രണ്ട് അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആകെ ക്രെഡിറ്റ് സൈഡിൽ 3 എൻട്രീസേ ഉള്ളൂ. ടോട്ടൽ ചെയ്യാം. വൈറ്റിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ വരുന്നത് 14,300. ബ്ലാക്കിന്റേത് 15,300. ക്യാഷ് ബാലൻസ് ചെയ്യുന്നത് ക്യാഷ് എന്ന് പറഞ്ഞാണ്. പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ടുപോകുന്ന എമൗണ്ടിനെയാണ് ഈ സൂചിപ്പിക്കുന്നത്. സെയിം എമൗണ്ട് തന്നെ 15,300, 14,300. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ടിലേക്ക് പോകാം. ക്യാഷ് അക്കൗണ്ടില് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ നോക്കിയാലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈ ക്യാഷ് ഇവിടെ വന്നിരിക്കുന്നതാണ് അസറ്റ് റിലീസ് ചെയ്തതാണ്. ടു റിയലൈസേഷൻ
അസറ്റ് റിലീസ് ചെയ്ത 34,000 കൊടുക്കുക. ക്യാഷ് ടീമിലേക്ക് വരികയാണ് ചെയ്തത്. നെക്സ്റ്റ് ലൈബിലിറ്റി പേയ്മെന്റ് നടത്തിയത് ബൈ റിയലൈസേഷൻ. ലൈബിലിറ്റീസ് പേയ്മെന്റ് നടത്തുകയാണ് 14,500. നെക്സ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് റിയലൈസേഷൻ എക്സ്പെൻസുകൾ പേയ്മെന്റ് നടത്തുകയാണ് ബൈ റിയലൈസേഷൻ. നെക്സ്റ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബാലൻസ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്തുകൊണ്ട് പോയതാണ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ബൈ ബ്ലാക്ക് ക്യാപിറ്റൽ ബൈ വൈറ്റ് ക്യാപിറ്റൽ. ഇത്രയും എൻട്രീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് അക്കൗണ്ട് രണ്ട് സൈഡ് ഈക്വൽ ആവും. ടോട്ടൽ വരുന്ന 45,500. നമുക്ക് നേരത്തെ എഴുതിയ ജേണൽ എൻട്രിയുടെ കൂടെ അഡീഷണൽ ആയിട്ട് 2 ജേണൽ എൻട്രീസ് കൂടിയാണ് വരുന്നത്. ഇത് അക്കൗണ്ടുകൾ ചെയ്തതിനു ശേഷമാണ് നമുക്ക് ഈ 2 ജേണൽ എൻട്രീസ് എഴുതാൻ പറ്റുന്നത്. ഒന്ന് റിയലൈസേഷൻ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു ബ്ലാക്ക് ക്യാപിറ്റൽ ടു വൈറ്റ് ക്യാപിറ്റൽ 300 വെച്ചുള്ള എമൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് 600 ടു ബ്ലാക്ക് ക്യാപിറ്റൽ 300 ടു വൈറ്റ് ക്യാപിറ്റൽ 300. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എൻട്രി. അത് കഴിഞ്ഞ് അടുത്ത എൻട്രി വരുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് ക്യാഷ് വിഡ്രോ ചെയ്തു പോകുന്ന എൻട്രിയാണ്. അത് നമുക്ക് ലെഡ്ജർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ബ്ലാക്കും വൈറ്റും വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രി. അതെന്തായിരിക്കും എൻട്രി വരുന്നത്? ബ്ലാക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 15,300, വൈറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 14,300 ടു ക്യാഷ് 29,600. ഇതായിരിക്കും പാർട്ട്നേഴ്സ് ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രി. ഇവിടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, ബ്ലാക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് വൈറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നായിരിക്കും എൻട്രി വരുന്നത്. ലെഡ്ജർ അക്കൗണ്ട്സ് ഒന്നുകൂടി നോക്കാം. റിയലൈസേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അസറ്റുകൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ബുക്ക് വാല്യൂവിൽ, ക്രെഡിറ്റ് സൈഡിൽ ലൈബിലിറ്റി ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ബുക്ക് വാല്യൂവിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ ക്രെഡിറ്റ് സൈഡിൽ വന്നിരിക്കുന്ന അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ടാണ്. അസറ്റ് കിട്ടിയ എമൗണ്ട് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തിരിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ ലയബിലിറ്റീസ് പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ടാണ്. ഇവിടെ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ടാണ് 14,500 കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. ബാലൻസ് ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ്. ഈ അക്കൗണ്ടിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ബ്ലാക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ടു വൈറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട്. റിയലൈസേഷൻ്റെ പ്രോഫിറ്റ് 600, 300 വച്ച് ഡിവൈഡ് ചെയ്ത് 2 പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം വരുന്നത് ബൈ ബാലൻസ് ഡ്രോ ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ആണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗറുകളാണ്. ബൈ റിസർവ് ഫണ്ട് 2 പാർട്ട്നേഴ്സിനും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ 2 പേരും ഈക്വൽ പാർട്ട്നേഴ്സാണ്. അതുകൊണ്ട് തന്നെ 10,000 5,000 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അടുത്ത റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 600-നെ 2 പാർട്ട്നേഴ്സിനും ഈക്വലായി ഡിവൈഡ് ചെയ്ത് 300 വെച്ച് കൊടുത്തിരിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ചെയ്തിരിക്കുന്നു. ടു ക്യാഷ്, ബാലൻസ് ക്യാഷ് പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്നതാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എൻട്രിയാണ്.
ടു ക്യാഷ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. 15,300 14,300 ഈ അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ജേർണൽ എൻട്രി. ബ്ലാക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 15,300, വൈറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 14,300, ടു ക്യാഷ് 29,600. നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസ്. നെക്സ്റ്റ് ഡെബിറ്റിൽ വന്നിരിക്കുന്നത് അസറ്റ് റിലീസ് ചെയ്ത എമൗണ്ടാണ്. ഓർഗനൈസേഷനിലേക്ക് ക്യാഷ് വരുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മുടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് പേയ്മെൻറ്റുകളാണ്. ക്യാഷ് ഓർഗനൈസേഷനിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ബൈ റിയലൈസേഷൻ ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ടാണ്. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ എക്സ്പെൻസ് പേയ്മെൻറ്റ് നടത്തിയ എമൗണ്ടാണ്. ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പാർട്ട്നേഴ്സ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന ക്യാഷ് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എമൗണ്ടുകളാണ് ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടിയ എമൗണ്ടുകളാണ്. ക്യാഷ് അക്കൗണ്ടിന് രണ്ട് സൈഡും ഈക്വൽ ആവും. ഇവിടെ ബാലൻസ് ഒന്നും വരത്തില്ല. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.